മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 12 തുടങ്ങി 14 വരെയുള്ള വാക്യങ്ങൾ. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയിൽ യേശുവോ ഒന്നും ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, അവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. യേശു ഒരു വാക്കിനും ഉത്തരം പറയായികയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. നിശബ്ദതയ്ക്ക് അതിൻ്റേതായ മൂല്യമുണ്ട്. ചില സന്ദർഭങ്ങളിൽ നാം മൗനം ദ്വേഷിക്കുന്നത് ഗുണകരമാണ്. അന്യായമായാൽ പോലും നമുക്ക് നേരെ വാക്കുകളുടെ ശരങ്ങൾ എയ്തുവിടുമ്പോൾ പകരത്തിന് പകരം പറയാതെ മൗനം അവലംബിക്കുവാൻ നമ്മെക്കൊണ്ട് കഴിയണം. നമ്മുടെ മാതൃകാപുരുഷനായ യേശുവിനെ പറ്റി തിരുവചനം വീണ്ടും ഇപ്രകാരം പറയുന്നു. പത്രോസിൻ്റെ 1 ലേഖനം 2 അധ്യായത്തിൻ്റെ 23 വാക്യം, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. ചിലപ്പോഴെങ്കിലും നാം നിർബന്ധമായി വായി തുറക്കേണ്ട ആവശ്യമുണ്ട്. അല്ലായെങ്കിൽ നമ്മുടെ മൗനം അന്യായമായ കാര്യത്തെ അംഗീകരിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പോകും. എന്നാൽ അവസരത്തിലും അനവസരത്തിലും ഒരുപോലെ വായി തുറക്കുന്നവരെ പലപ്പോഴും നാം സമൂഹത്തിൽ കാണുന്നു. എപ്പോഴാണ് വായി അടയ്ക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല, അത് ശ്രദ്ധിക്കാറുമില്ല. ഒരാൾ ഒന്ന് പറയുമ്പോൾ ഉരുളയ്ക്കുപ്പേരി കണക്കെ 2 തിരിച്ചു പറയാതെ പലർക്കും ഉറക്കം വരികയില്ല. പല കുടുംബങ്ങളിലും സഭകളിലും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണമായി തീരുന്നത് അനവസരത്തിലെ സംസാരങ്ങളാണ്. മൗനമായിരിക്കുന്നതിനേക്കാൾ സംസാരിക്കുന്നതാണ് മെച്ചമായ കാര്യമെന്ന് സ്പഷ്ടമായി തിരിച്ചറിഞ്ഞതിന് ശേഷമേ സംസാരിക്കുവാൻ നാം നിർബന്ധിതരായി തീരാവൂ. ഇവിടെ നമുക്ക് ആത്മസംയമനം ആവശ്യമാണ്. നിശബ്ദത പാലിക്കേണ്ട കാര്യങ്ങളിൽ അങ്ങനെ ചെയ്താൽ അവിടെ നാം തോറ്റുകൊടുക്കുകയല്ല, പകരം നാം നമ്മെ നേടുന്നതിനോടൊപ്പം നമുക്കെതിരായി നിന്നവർ നമ്മിൽ ആകൃഷ്ടരാകുകയും ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ മൗനത്തിൽ കൂടി അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഡിയർ ഫ്രണ്ട്സ്, ദൈവം നമ്മിൽ സ്ഥാപിച്ച കുടുംബജീവിതത്തെ പാവനമായി കാത്തു സൂക്ഷിക്കുവാനും നാം ഉൾപ്പെട്ട് നിൽക്കുന്ന വിശ്വാസി സമൂഹത്തിൽ നല്ലൊരു സാക്ഷ്യം കാത്തു സൂക്ഷിക്കുവാനും മറ്റേത് സമൂഹത്തിലായിരുന്നാലും അവിടെയെല്ലാം മൗലിക തത്വങ്ങൾക്ക് കീഴ്പ്പെടുവാനും നമ്മുടെ ചില സന്ദർഭങ്ങളിലെങ്കിലും മനഃപൂർവമായ മൗനം കാരണമായി തീരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.